നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. MLS ഇന്ന് ഇന്റർ മയാമി കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ഹൂസ്റ്റൺ ഡൈനാമോസ് ആണ്. ഇന്നെന്ന് പറഞ്ഞാലും നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 ആ കളി. ഈ മത്സരം ലയണൽ മെസ്സി കളിക്കില്ല. ഈ വാർത്ത ആദ്യം കൊടുത്തത് മയാമി ഹെറാൾഡാണ്. അപ്പോൾ തന്നെ ആരാധകരാകെ കൺഫ്യൂസ്ഡായി. മെസ്സിക്ക് എന്ത് പറ്റി, പരിക്കാണോ? പ്രത്യേകിച്ച് കഴിഞ്ഞ കളിയിൽ പരിക്കിൻ്റെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രശ്നമായതാണോ, എന്താണ് സംഭവിച്ചത്? അർജൻറ്റീനയുടെ മത്സരം ഇതാ അടുത്ത് വരികയാണ്. ബ്രസീലുമായിട്ടൊക്കെ കളിയുണ്ട്. മെസ്സി ഫിറ്റല്ലേ എന്നുള്ളൊരു ആശങ്ക ആരാധകർക്കിടയിലുണ്ട്. അപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരുന്നത്. ലയണൽ മെസ്സി ഈസ് നോട്ട് ഇൻജോർഡ്. മയാമി ഈ കളിക്കായിട്ട് ഇൻജോർഡ് ആയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ അതിൽ മെസ്സി ഇല്ല. അപ്പോൾ മെസ്സി ഇൻജോർഡ് അല്ല, പക്ഷേ അദ്ദേഹം ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ടീമിൻ്റെ ബിസി ഷെഡ്യൂളാണ്. നിരന്തരം മത്സരങ്ങൾ കളിക്കേണ്ടി വരികയാണ്. അപ്പോൾ അത് മെസ്സിയെ പോലുള്ള താരങ്ങളെ ബാധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചതാണ് കോച്ച് ഹാവിയർ മഷറാനോ. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന പോലെ തന്നെ മെസ്സിയുടെ ടീമിന് ഇന്റർ മയാമിക്ക് അടുത്ത 15 ദിവസങ്ങൾക്കിടയിൽ 5 കളികളാണ് കളിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതാ ഹൂസ്റ്റൺ ഡൈനാമോക്കെതിരെ കളിക്കുന്നു. അത് കഴിഞ്ഞാൽ നേരെ കവലിയർ FC-ക്കെതിരെ അവർക്ക് കളിക്കാനുണ്ട്. അത് ഹോം മത്സരമാണ്. കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിലെ പോരാട്ടമാണ്. അതിനുശേഷം ഷാർലറ്റ് FC-ക്കെതിരെ ഹോം മത്സരം വരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ 13-ാം തീയതി വീണ്ടും കവലിയർ FC-ക്കെതിരെ ജമൈക്കയിൽ പോയിട്ട് കളിക്കണം. പിന്നെ 16-ാം തീയതി മാർച്ച് 16-ന് അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരെ എവേ മത്സരം കളിക്കണം. അതിനുശേഷം മാർച്ച് 29-ന് ഫിലാഡൽഫിയ യൂണിയനെതിരെ കളിക്കണം. അപ്പോൾ 5 മത്സരങ്ങളാണ് 15 ദിവസങ്ങൾക്കിടയിൽ ഇന്റർ മയാമിക്ക് കളിക്കാനുള്ളത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. കാരണം 3-ാം തീയതി 2-ാം തീയതി എന്ന് തൊട്ട്, അതായത് ഇന്നത്തെ മത്സരം തൊട്ട് അങ്ങോട്ട് 16-ാം തീയതി വരെ മാത്രം അവർക്ക് 5 മത്സരങ്ങൾ കളിക്കാനുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ ബ്രേക്കിന് വേണ്ടി ലിയോ മെസ്സിയൊക്കെ പോകും. അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ 29-ാം തീയതി ഫിലാഡൽഫിയ യൂണിയനെതിരെ വീണ്ടും കളിക്കാനുണ്ട്. അപ്പോൾ നിരന്തരം മത്സരങ്ങൾ, തുടർച്ചയായി മത്സരങ്ങൾ, അത് മെസ്സിയെ പോലുള്ള വെറ്ററൻ താരങ്ങൾക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹാവിയർ മഷറാനോ താരത്തിന് ഈ കളിയിൽ വിശ്രമം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.